എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഇങ്ങനെ പേടിക്കലടാ. വാഴ 2 വിശേഷങ്ങളുമായി താരങ്ങളാണ് എന്നോടൊപ്പം. നമസ്കാരം. ഈ ആഷിറിന്റെ ടീമിനെ പറ്റി ഇതുവരെ ആർക്കും അറിയാത്തൊരു കഥയുണ്ട്. അളിയൻ അന്ന് ഏറിപ്പോയത് ഇതേപോലൊരു കഥ പറഞ്ഞിട്ടാ. നിന്റെ ചിരിയും നിന്റെ കോൺഫിഡൻസും എന്നെ പവറാണേ. ഈ അജിനെന്ന് പേരുള്ളവരെല്ലാം കഴിവുള്ളവരല്ലേ? എല്ലാരും അല്ല, അവൻ നല്ല വഴട്ടു. ഞങ്ങളുടെ നല്ലൊരു വേറൊരു സൈഡ് അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഇപ്പൊ നിങ്ങളുടെ ഈ വാഴ 2 എനിക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് റോള് തന്നേനെ? എനിക്ക് അളിയന് അവസരം ഉണ്ടാവില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വാഴ 2 വിശേഷങ്ങളുമായി താരങ്ങളാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. നല്ലൊരു കൈഡി. അജിൻ, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. എന്റെ ഇന്റർവ്യൂ വൈറലാകുന്നതിന്റെ വലിയൊരു പ്രധാന കാരണക്കാരനായിരുന്നു അജിച്ചേട്ടൻ കേട്ടോ. ധ്യാനമുള്ളതുകൊണ്ടാണ്. അതാ നമ്മുടെ അന്നത്തെ ആ കോംബോ. നദികളിൽ സുന്ദരി, നദികളിൽ സുന്ദരി യമുന. അവരൊറ്റ സ്ഥാനത്ത് എന്നെ 100 തേറി, ഇവർക്ക് നല്ല പോസിറ്റീവ്. അങ്ങനെ അജിച്ചേട്ടാ, ഈ ആഷിറിന്റെ ടീമിനെ പറ്റി ഇതുവരെ ആർക്കും അറിയാത്തൊരു കഥയുണ്ട്. ഇതുവരെ പറയട്ടെ. ഇവനിങ്ങനെ ഓരോ കഥ കണ്ടുപിടിച്ചോണ്ട് വരും. അജിച്ചേട്ടനും അറിയത്തില്ല, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ആണല്ലോ കഥ. ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഏതായിരിക്കും? നമ്മള് വീഡിയോ എടുക്കുന്ന ഇടവ റെയിൽവേ സ്റ്റേഷൻ. ഇടവ റെയിൽവേ സ്റ്റേഷൻ. അജിച്ചേട്ടാ, ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇവര് ഫെയിം ആകുന്നതിന് മുമ്പേ പോയിരിക്കും. അപ്പൊ ഇവരെ കാണുന്ന അവിടെ ട്രെയിനിൽ പോകുന്ന ആളുകൾ പറഞ്ഞു, ഇവനൊന്നും വേറെ പണിയില്ലേ, ഇവനൊക്കെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുക. പക്ഷെ അവർക്ക് വരെ തെറ്റിപ്പോയി. ഇന്ന് ലോകം അറിയുന്ന ആളുകളായി അവർ മാറി കേട്ടോ. അളിയൻ അന്ന് ഏറിപ്പോയത് ഇതേപോലൊരു കഥ പറഞ്ഞിട്ടാ. നിങ്ങൾ പോയിരുന്നിട്ടില്ല ഇതുവരെ? അതായത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇരിക്കാറുണ്ട്, പക്ഷെ വീഡിയോ അതായത് ജനങ്ങൾക്ക് തെറ്റിപ്പോയി. ഓക്കെ, ഇനി വാഴ 2 വരുമ്പോ ഇതൊരു പുതുമുഖം അല്ലേ? പരിചയപ്പെടുത്താം. ശബരി ഇല്ല, വ്യസന സമയത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മൂവിയായത്. ഈ സിനിമയിൽ എന്താ റോള്? എന്ത് തോന്നി ബ്രദറായിട്ട് നിന്നപ്പോ? ആശ്രയ, നിന്റെ ചിരിയും നിന്റെ കോൺഫിഡൻസും എന്നെ പവറാണേ. ഇതിന്റെ രഹസ്യം എന്തുവാ? ചിരിക്കുന്നതിന്റെ അല്ല, നിന്റെ ഇതിന്റെ എക്സ്പ്രഷൻ ആയാലും നിന്റെ ഒരു ഒഴുക്കുണ്ട് അഭിനയത്തില്. അത് കാണാൻ തന്നെ കുറെ ഫാൻസ് ഉണ്ട്. നിങ്ങൾ പറയാം, എന്താ ആഷിറിനെ പറ്റി? നല്ല അഭിപ്രായമാണ്. അവൻ ചെയ്യുന്ന വേറൊരു രീതിയിലുള്ള ഒരു ഇതാണ്, അവൻ്റെതായുള്ള സ്റ്റൈലുണ്ട്. നിങ്ങൾ ആരുടെ ഒരു കണ്ടന്റ് കണ്ടിട്ടായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ആരെയായിരിക്കും? പ്രത്യേകിച്ച് ഒരാളായിട്ടില്ല, നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാറുണ്ട്. ഈ അജിനെന്ന് പേരുള്ളവരെല്ലാം കഴിവുള്ളവരല്ലേ? എല്ലാരും അല്ല, അവൻ നല്ല അജിയേട്ടൻ പറയണോ? ഇല്ല, എനിക്ക് അജിയുടെ ഒരു കാലഘട്ടത്ത് ഈ പറയുന്ന റീലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു സിനിമയിലോട്ട് വന്നത്. ഞാൻ ഇപ്പോ ഉള്ളതല്ലേ തന്നെ 1970. എന്നാലും ഇപ്പം ബിപിൻ ദാസിനെ എടുത്ത് നോക്കുമ്പം ഒരുപാട് റീൽസ് ചെയ്യുന്നവർ, ഒരുപാട് സോഷ്യൽ മീഡിയ ഉള്ളവർക്കും കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ റീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ടിക്ടോക്കിൽ നിന്നായിരുന്നല്ലോ ഇതിന് തുടക്കം. അപ്പോൾ ഈ റീൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും സ്വപ്ന സിനിമയിലോട്ട് എത്തിപ്പെടാൻ തന്നെ ആയിരിക്കും. ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും ചിന്തിച്ചിരുന്നോ സിനിമയിൽ എത്തപ്പെടാൻ പറ്റും? കാരണം ടിക്ടോക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ടിക്ടോക്ക് നിർത്തിയ സമയത്ത് നിൻ്റെയൊക്കെ പണി പൂട്ടി കെട്ടിയടാ, പിന്നീടാണ് റീലും കാര്യങ്ങളും സജീവമാകുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു സിനിമയിലോട്ട് എത്തുമെന്ന്? അതായത് ബ്രോ, ഈ ടിക്ടോക്കിൽ അങ്ങനെ എതിർപ്പ് വരാൻ നമ്മളന്ന് ആ സമയത്ത് ടിക്ടോക്ക് അങ്ങനെ ഇല്ല. നോർമലി ആൾക്കാർ സാധാരണ ചെയ്യില്ലേ കൂട്ടുകാർക്കിടയിൽ, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അതൊന്നും അത്രയും ആൾക്കാരിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഇപ്പൊ എത്തിയതിന് ശേഷമാണ് ചർച്ചയാവുന്നത്. അന്ന് അത് പൂട്ടിപ്പോയാലും ഇല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. കാര്യം നമ്മൾ അങ്ങനെ ലൈവിൽ അതിൽ നിന്ന് ചെയ്യുന്ന വ്യക്തികളല്ലായിരുന്നു. ഓക്കെ, ഇപ്പം ടിക്ടോക്കിലുള്ള ഇതില്ല. പക്ഷെ പിന്നെ റീൽ ഇട്ട് തുടങ്ങിയതും, ആദ്യമേ റീൽ ഇടുന്ന വീഡിയോ നമ്മളെ ഇതേ കണക്കുള്ള വീഡിയോസ് അല്ലായിരുന്നു. പിന്നെയാണ് ഒരു കണ്ടന്റ് വീഡിയോ വന്നത്. പിന്നെ അത്
അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നെ മാറി നമ്മളെ ചിന്തകളായതും പിന്നെ നമ്മൾ സിനിമയിലേക്ക്. ഈ നിങ്ങളുടെ നാടും നിങ്ങളുടെ തൊട്ടുള്ള പ്രദേശങ്ങളാണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാട്ടുകാർക്ക് എന്തായിരിക്കും നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം? നല്ല പോസിറ്റീവ് അഭിപ്രായം. ആ. എനിക്ക് നല്ല അടിപൊളി നാട്ടുകാർ. അല്ല സീരിയസ് ആയിട്ട് നല്ല അഭിപ്രായം. സപ്പോർട്ട്. വാഴ 1 അവസാനത്തോട്ട് വരുമ്പം നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ 2 നിങ്ങൾ മെയിൻ ലീഡെന്ന്? ഓ അപ്പോഴാണല്ലോ പറഞ്ഞേ ഇങ്ങനെ സെക്കൻഡ് ഇതുണ്ട്, അപ്പം പ്രതീക്ഷിച്ചു സെക്കൻഡ് ലീഡ് വരും. ഈ ഓടി റീല് ചെയ്യുന്ന നിങ്ങൾ സിനിമയുടെ ക്യാമറയിലോട്ട് വന്നപ്പോൾ മാറ്റം എന്തുമായിരുന്നു? ബിഗ് ഡിഫറൻസ്. റീൽസ് ബ്രോ 1.5 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ നമ്മൾ കുറച്ച് തമാശകൾ ചെയ്തു പോകണല്ലേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് അത് നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സ്ക്രിപ്റ്റിങ് ഞങ്ങളെ ഒരു സ്പേസ് ഉണ്ട്, ഞങ്ങൾക്ക് ഇടയിൽ എന്താണ് അങ്ങോട്ട് സംസാരിക്കും. ഇതങ്ങനെയല്ലല്ലോ ബ്രോ, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അത് ഞങ്ങളും കൂടി പങ്കുചേരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് ഞങ്ങൾ ഓരോന്ന് ചെയ്യാൻ നോക്കുന്നു. അത് തന്നെ നല്ല വ്യത്യാസമുണ്ട്. സിനിമ എന്ന് പറയുന്നത് ബ്രോ റീൽസിനെ മാറ്റി നിർത്തുക, അത് വേറൊരു മേഖലയാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉപ്പപ്പാരെ കാലം തൊട്ടുള്ളതാണ് സിനിമ, ആ സമയത്തുള്ള. അപ്പൊ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. റീലൊക്കെ ഉള്ള സജീവമായതുകൊണ്ട്, സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവസരം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു ടൈമിൽ ഈ അവസരത്തിന് വേണ്ടി കുറച്ച് അലഞ്ഞില്ലായിരുന്നോ? ഞാനോ? ഞാനില്ല. ഓക്കെ. വിനീത് മലർവാടിക്ക് ഞാൻ അഭിനയിക്കാൻ ആലോചിച്ചതല്ലായിരുന്നു. ഞാൻ സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിനീത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മലർവാടിയിലൊരു വേഷത്തിന് വേണ്ടി ഓഡീഷന് വരാൻ. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേഷം അഭിനയിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇപ്പം ഒരു അവസരം കിട്ടിയേക്കാണല്ലോ കയറാൻ. അപ്പം അങ്ങനെ ഓഡീഷന് പങ്കെടുത്തു. ആ ഓഡീഷൻ കിട്ടി, മലർവാടിയിൽ അഭിനയിച്ചു. അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി ഇത് കൊള്ളാമല്ലോ എന്ന്, ഇത് പഠിക്കണമല്ലോ എന്ന്. അങ്ങനെ ഞാൻ കുറേ ഷോർട്ട് ഫിലിം അഭിനയിച്ചു. അപ്പം അങ്ങനെ അഭിനയിക്കാനുള്ള അവസരം വന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ പോയി അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് ആ ജോലി, ഇപ്പോൾ ചെയ്യുന്ന ജോലിയെ സമാധാനമുള്ള ജോലി. ആ സമാധാനം കളഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ തലയെടുത്ത് വെക്കണ്ടല്ലോ, ഡയറക്ഷൻ വെക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ആ മോഹം വിട്ടു. നമ്മളെല്ലാവരും അയച്ചാണ്ട് ഒരു കയ്യടി കൊടുക്കണം. വേറെ ഒന്നുമല്ല, അല്ല പറയത്തുവാ, വേറെ ഒന്നുമല്ല, സർവമായ പടം അടിപൊളി. ഞാൻ വിചാരിച്ചു ഡയറക്ഷൻ വിട്ടതിനാണ്. അതിനുമ്പോ കയ്യടി തുടങ്ങി. ഓക്കെ, വാഴ 2 ജനങ്ങൾ എന്തിനു പോയി കാണണം? ശബരി കൊച്ചിന് നീട്ട് കൊടുത്തല്ലേ? അല്ല അങ്ങോട്ടാ പോയത് കൈ. വാഴ 1 പോലെ തന്നെ ഒരുപാട് റിലേറ്റ് ആവാനും എന്റർടൈൻ ആവാനുള്ള ഒരു പടമാണ്. അവർക്ക് നിരാശ ഇല്ലാതെ തിരിച്ചു വരും. കൂടെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഹാപ്പി ആയോ? ആണ്, എല്ലാവരും വെയിറ്റ് ഇല്ല. ഓക്കെ, ആശ്രയ എന്തിനു പോയി പടം കാണണം? ഒന്ന് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രയും പറയുന്നില്ല, ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. കുറച്ചൊന്ന് ശാന്തമായി ഇരുന്ന് ഒന്ന് കാണാനും പിന്നെ നമ്മൾ എന്താണ് ചെയ്തു വെച്ചെന്ന് അറിയാനും എല്ലാം കൊണ്ട് ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റിൽ തന്നെ ഏതൊരു വ്യക്തികളുടെ റിയൽ ലൈഫിൽ കടന്നുപോയ ഏതൊരു സ്റ്റോറി കാണും നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റിൽ. ഞങ്ങൾ ചെയ്ത് എന്താന്ന് കണ്ടു നോക്ക്. ഒരു സ്റ്റോറി കാണും, ഏതൊരു റിയൽ ലൈഫിൽ പോകുന്ന ഒരു വ്യക്തിക്കും നിങ്ങളുടെ കണ്ടന്റുമായിട്ടൊരു റിലേറ്റബിൾ ഉണ്ട്. അപ്പം ആ ഒരു കണ്ടന്റ് ശൈലിയായിരിക്കും ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത്? അല്ല വ്യത്യാസം വരും. ആ കഥ അനുസരിച്ചാണ് ഇരിക്കുന്നത്. സിനിമയിലോട്ട് അത് നമ്മളിതിൽ ചെയ്യുന്നതല്ലേ, ഇത് അതുമായിട്ട് ബന്ധമുള്ള കഥയാണെങ്കിൽ ഓക്കെ. അത് കഥ മാറുന്നതനുസരിച്ച് ഓരോന്നിങ്ങനെ മാറുന്നുണ്ട്. സിനിമ എന്തിനു പോയി കാണണം? സിനിമ എന്തിനു പോയി കാണണം എന്ന് വെച്ചാൽ അതായത് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന ഒരു 2.5 മണിക്കൂർ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണ്. അപ്പം അതിന് പോയി കാണാം. സാധാരണ സിനിമയൊക്കെ എന്തിനാണ് കാണുന്നത്? അതിന് തന്നെ സത്യസന്ധമായ ഉത്തരം അതല്ലേ? അതെ, കറക്റ്റ്. സാധാരണ ഒരു സമയം കിട്ടുമ്പോൾ ഫ്രീ ടൈമിൽ ഫാമിലി ആയിട്ട് പോയി ടൈം പാസ്. അതെ, വിനയ് വാഴ 1 കണ്ടാ 2 കാണണമല്ലോ. അത് കറക്റ്റ്. ഇമോഷണലും എല്ലാം ഉണ്ട്. വാഴ 2 ഞങ്ങളുടെ നല്ലൊരു വേറൊരു സൈഡ് കാണാൻ പറ്റി. അതായത് ഇത്ര അത് ചെരിഞ്ഞ് നിന്നപ്പോഴും
അതായത് ഇതുവരെ നിങ്ങളെ ഇതുവരെ ഞങ്ങൾ ഐ മീൻ റീൽസ് മാറ്റി നിർത്തി അതിൽ നിന്ന് എല്ലാവർക്കും അതാണ് ആ ഭാഗം കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ഭാഗം കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ആരുടെ ഏറ്റവും കൂടുതൽ കൊള്ളാവുന്ന ആ ഭാഗം? ഇല്ല, നല്ല അടിപൊളിയാണ്. വാഴ 1 ഇപ്പൊ എനിക്ക് വിനായക് പറഞ്ഞാണ് എനിക്കും പെട്ടെന്ന് തോന്നി. വാഴ 1 കണ്ട എല്ലാവർക്കും ആ വാഴ എന്ന് പറഞ്ഞ അവരുടെ ആശയം, ഈ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറഞ്ഞ ബ്രോസ് എന്ന് പറയുന്ന ആശയമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലൂടെ ഒരു വാഴ പിരീഡ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് ഒന്ന് ഒരു നോസ്റ്റാൾജി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരവർ ജീവിക്കുന്ന കാലമായിരിക്കാം. അതുകൊണ്ട് വെക്കേഷനൊക്കെ അല്ലേ, തെറ്റില്ലല്ലോ ഒന്ന് വന്ന് ഒന്ന് പോയി കണ്ടൊന്ന് അല്ലേ, നിങ്ങളെ സഹായിക്കും. അതാണ് നിങ്ങളുടെ ഏറ്റവും ബിപിൻ ദാസ് ഈ പറഞ്ഞ പോലെ ജയഹയും അന്താക്ഷരിയും ഗുരുവായൂരമ്പലം നടയിലും ഒക്കെ തന്ന് വാഴയും ഒക്കെ തന്നൊരു നല്ല പ്രൊഡ്യൂസറും റൈറ്ററും ഒക്കെ അല്ലേ. അയാളുടെ തന്നെ അടുത്തൊരു ചിത്രമല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ഈ വാഴ 2 എനിക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് റോഡ് തന്നേനെ എനിക്ക്? അളിയന് അവസരം ഉണ്ടാവില്ല. ഇല്ല, പറയണോ? എല്ലാരും പറയണം കേട്ടോ. അജേട്ടൻ പറഞ്ഞു ഒരിക്കലും. ഒരു സ്കൂൾ സ്റ്റുഡന്റിന്റെ വേഷം കൊടുക്കാം. നമുക്ക് ബിനു സാറിന്റെ വേഷം കൊടുക്കാം. നമ്മളൊരു സാറുണ്ട് ബിനു സാർ. അളിയൻ കറക്റ്റ്. സോറി, ഞാൻ തിരിച്ചെടുക്കുന്നു. ബിനു സാറിന്റെ വേഷം. അത് കറക്റ്റ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ. അതെ. ആരെങ്കിലും ഒന്ന് മാറ്റി പറ, അല്ലാതെ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഉണ്ട്, ആക്കണോ? വേണ്ട അങ്ങോട്ട് പോകണം. ഇതൊക്കെ ഇട്ടിട്ട്. ഓക്കെ, ഇനിയിപ്പം ഒറ്റ വാക്കിൽ അഭിചേട്ടനെ പറ്റി എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? അശ്വതേ. ഒരു നല്ല മനുഷ്യൻ, സഹോദരൻ. പോരെ, 2 പോരെ? അതെ, 2 ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം പടം വലിയ വിജയമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.